بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا. ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, നാം മൗലിദുൽ ഹുസ്നൈനിയുടെ 22-ാം അധ്യായത്തിലാണുള്ളത്. ഉമ്മത്ത് മുഹമ്മദീയത്തിൻ്റെ അതിപ്രധാനമായ പ്രത്യേകതകളാണ് നാം പറഞ്ഞു വരുന്നത്. കുറേ പ്രത്യേകതകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു. ഇന്ന് നമുക്കതിൻ്റെ ബാക്കിയാണ് പറയാനുള്ളത്. വഅന്ന മിൻഹും 70 അൽഫൻ മഅ കുല്ലി അൽഫിൻ 70 അൽഫൻ വസലാസു ഹസയാത്തിൽ മന്നാൻ. വല്ലാത്ത പ്രത്യേകതയാണ് ഈ പറയുന്നത്. യദ്ഖുലൂനൽ ജന്നത ബിലാ ഹിസാബി അർളിൻ വലാ അഹ്സാൻ വഅന്ന മിൻഹും 70 അൽഫൻ. ഈ സ്പെഷ്യലായ ഉമ്മത്ത് മുഹമ്മദീയത്തിൻ്റെ കൂട്ടത്തിൽ 70,000 ആളുകളുണ്ട്. മഅ കുല്ലി അൽഫിൻ 70 അൽഫിൻ. 70,000 ആളുകളിൽ നിന്ന് ഓരോരുത്തരുടെ കൂടെയും 70,000 ആളുകളുണ്ട്. 70,000 മുഅ്മിനീങ്ങൾ. ആ 70,000 മുഅ്മിനീങ്ങളുടെ കൂടെ 70,000 ഓരോരുത്തരുടെ കൂടെയും 70,000 മുഅ്മിനീങ്ങൾ വേറെയും. വസലാസു ഹസയാത്തിൽ മന്നാൻ പോരാ, അതിൻ്റെ പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോരൽ കൊണ്ട് മൂന്ന് കോരൽ. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. അള്ളാഹുവിൻ്റെ പിടി കൊണ്ട് 3 പിടി എന്ന് പറഞ്ഞാൽ കണക്കില്ലാത്ത വേറെയും കുറേ ആളുകൾ. 70,000 ഒരു കണക്കാണല്ലോ, നമ്മെ കൊണ്ട് മനുഷ്യനെ കൊണ്ട് കണക്കാക്കാൻ പറ്റാത്ത അത്രയും വലിയ കോരൽ, അത്രയും വണ്ണം ആളുകളെ അള്ളാഹു സ്പെഷ്യലായി തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? ഇവരെല്ലാവരും യദ്ഖുലൂനൽ ജന്ന, അവര് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ബിലാ ഹിസാബി അർളിൻ, തീരെ ഹിസാബില്ലാതെ. ഈ ഉമ്മത്തിനുള്ള ഹിസാബ് ഖബറിലാണ് എന്ന് നാം നേരത്തെ സൂചിപ്പിച്ചു. ഈ ഉമ്മത്തിന്റെ ഹിസാബ് ഖബറില്ല. മഹ്ശറിൽ ഈ ഉമ്മത്തിന്റെ ഹിസാബ് ഉണ്ട് എന്ന് പറഞ്ഞ ഹിസാബ്, അത് ഹിസാബു അർള് എന്ന് പറയും. ഹിസാബു അർള് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളെ, മുഅ്മിനീങ്ങളെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് വിളിച്ച് ഒരു മറ കൊണ്ട് മറക്കും. മറ്റുള്ളവരിൽ നിന്ന് അള്ളാഹു മറച്ചു പിടിക്കും, മറ്റുള്ളവർ മുഅ്മിൻ്റെ മുഖം കാണാതിരിക്കാൻ. എന്നിട്ട് അവനോട് പറയും, നിന്റെ അടുക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടില്ലേ? സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ദുനിയാവിൽ നിനക്ക് അത് മറച്ചു വെച്ചു, ജനങ്ങളിൽ നിന്ന് നിന്നെ മറച്ചു വെച്ചു. ഇവിടെയും നിനക്ക് ഞാൻ മാപ്പ് ചെയ്യുന്നു എന്ന് പറയും. അങ്ങനെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ഒരു ഹിസാബേ ഉള്ളൂ ഈ ഉമ്മത്തിന്. മറ്റുള്ള ഉമ്മത്തിനൊക്കെ ഓരോ തെറ്റുകളുടെ മേലിലും വിശദമായിട്ട് മറ്റുള്ളവരെല്ലാം കാണുന്ന രൂപത്തിലുള്ള ഹിസാബുണ്ട്. ഇത് രഹസ്യമായിട്ടുള്ള ഹിസാബാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ വഷളാവുന്നത് മറ്റുള്ളവർ കാണാത്ത വിധത്തിലാണ് ഹിസാബ് എടുക്കുന്നത് ഈ ഉമ്മത്തിൽ. അപ്പം ഈ ഉമ്മത്തിൻ്റെ ഹിസാബ് വളരെ ലളിതാണ് മഹ്ശറിൽ നിന്ന്. അത് തന്നെ മറ്റുമ്മത്ത് കാണുന്നുമില്ല. ഈ ഉമ്മത്തിൽ പെട്ടവരും കാണാത്ത രൂപത്തിൽ അള്ളാഹു ഹിസാബ് എടുക്കുന്നത്. അപ്പൊ ആ ഹിസാബിലും പെടുന്നില്ല 70,000 കൂട്ടര്. ആ 70,000 കൂട്ടര് കൂടെ വേറെ 70,000. എന്നിട്ട് അങ്ങനെ പറയുന്നത് 70,000 കൂട്ടര് ഒരു സ്റ്റാൻഡേർഡിൽ, വലിയ സ്റ്റാൻഡേർഡിലുള്ളവരാ. പിന്നെ അവരുടെ കൂടെ ആയി എന്നുള്ള നിലക്ക് അവരുടെ ഷഫായത്ത് കൊണ്ടും അവർ നൽകിയ സ്ഥാനം കൊണ്ടും 70,000 ആളുകൾ വേറെയും. പിന്നെ അതിലൊന്നും പെടാത്ത അള്ളാഹിന്റെ സ്പെഷ്യലായി അള്ളാഹു കണക്ക് കൂട്ടുന്ന വേറെയും ആളുകൾ. ഇവരെല്ലാവരും യദ്ഖുലൂനൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കും. ബിലാ ഹിസാബി അർളിൻ, ഒരു നിരക്കുമുള്ള ഹിസാബില്ലാതെ. അവര്
മീസാനിൽ പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. മഹ്ശറിലേക്ക് വരിക, മീസാൻ കാണൂല, സിറാത്ത് പാലം കാണൂല, അവർ ഹിസാബും കാണൂല, മഹ്ശറിൽ നടക്കുന്ന ഒരു സംഭവം പോലും കാണൂല. അവർ നേരെ മഹ്ശറിലേക്ക് വന്ന് നേരെ സ്വർഗത്തേക്ക് പോവുക. നേരെ സ്വർഗത്തേക്ക് എത്തിയ എവിടെ സിറാത്ത് പാലാവുന്ന അവർക്ക് അറിയില്ല, മീസാനും ഒരു സംഗതി അവരറിയില്ല. അങ്ങനത്തെ സ്പെഷ്യൽ വിഭാഗമാണ്. വല അഹ്സാൻ, അവർക്ക് ഒരു വിഷയത്തിലും ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഈ ഉമ്മത്തിൽ വലിയൊരു കൂട്ടം ആളുകൾക്കുണ്ട്. അല്ലാഹു തആല നമ്മളെയും മൗലിദുൽ ഹുസ്നൈനിയുടെ എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കുന്നവർ, അതുപോലെ മൗലിദുൽ ഹുസ്നൈനിയുമായി ബന്ധപ്പെട്ടവർ, അത് പാരായണം ചെയ്യുന്നവർ, അതിനായി സഹായിക്കുന്നവർ, അവരെല്ലാവരെയും ഈ പറഞ്ഞ കണക്കിൽ അല്ലാഹു തആല പെടുത്തട്ടെ. യാതൊരു ഹിസാബില്ലാതെ ആ 70,000-ലോ 70,000-ൻ്റെ കൂടെയുള്ള 70,000-ലോ അല്ലെങ്കിൽ അള്ളാഹു സ്പെഷ്യലായി വാരി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന അക്കൂട്ടത്തിലോ അള്ളാഹു നമ്മളെല്ലാവരും പെടുത്തിട്ട്. അതൊന്നും ദുആ ചെയ്യാൻ നമ്മൾ മടിക്കണ്ട. അള്ളാഹുവിൻ്റെ ഖജനാവ് വലുതാണ്. ദുആ ചെയ്താൽ അള്ളാഹു തആല സ്വീകരിക്കും. ഈ ഹദീസ് എല്ലാ മുതഅല്ലിമീങ്ങളും ദർസുകളിൽ പഠിക്കുന്ന മിഷ്കാത്തുൽ മസാബിഹ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഈ ഹദീസുണ്ട്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഹദീസ് ഉസ്താദിൽ നിന്ന് ഞാൻ കേട്ട സമയത്ത് തന്നെ, ആ കേൾക്കുന്ന സമയത്ത് തന്നെ ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, ഇത് ദുആ ചെയ്തിട്ടുണ്ട്. അത് നമ്മളൊരു ഈമാനാണ്, നമ്മളൊരു വിശ്വാസം, നമ്മളൊരു പ്രതീക്ഷയാണ്. അങ്ങനെ ഓരോ സമയങ്ങളിൽ നമുക്ക് അല്ലാഹു തആല ഓരോന്ന് തോന്നിപ്പിച്ച് തരാനുണ്ട്. വിശുദ്ധ ഖുർആൻ ഓതുമ്പോഴുണ്ട് അല്ലാഹു സ്വർഗത്തിൻ്റെ അഹലുകാരെ കുറിച്ച് പറയുമ്പോൾ അപ്പോൾ നമുക്ക് ഓർമ്മ വരണം അവിടെ ദുആ ചെയ്യുന്നത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഇൽഹാമാണ്. അള്ളാഹു നമുക്ക് മനസ്സിലിട്ട് തരുന്ന ഒരു തോന്നലാണ്. അങ്ങനെ ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം ഉണ്ടാവും. അതുപോലെ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ നിന്ന് കാവൽ തേടുക. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ മഗ്ഫിറത്തിനെ ചോദിക്കുക. അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ആ ശിക്ഷയിൽ നിന്ന് കാവൽ തേടുക. അങ്ങനെയൊക്കെ ചില മര്യാദകളുണ്ട്. വഅന്നഹും അഖല്ലുൽ ഉമമി ഉംറൻ വഅമലൻ വഅക്സറുഹും അജ്റൻ യൗമൽ ഔസാൻ. വഅന്നഹും അഖല്ലുൽ ഉമമി ഉംറൻ. ഇങ്ങനെ വലിയ സ്ഥാനം കിട്ടാനിപ്പോൾ സ്വഹാബത്തിൽ പെട്ടുപോകണം, അല്ലെങ്കിൽ ഹിജ്റ 300-ൽ പെടണം എന്നൊന്നും നമ്മൾ കണ്ടീഷൻ വെക്കണ്ട. അല്ലാഹു തആലക്ക് അങ്ങനെ ഒരു കണ്ടീഷനും ഇല്ല. കാലാതീതനാണ് അല്ലാഹു തആല, കാലമില്ലാത്തവനാണ് അല്ലാഹു. നൂറ് മുഹമ്മദിയും കാലം ഇല്ലാത്ത ഏറ്റവും വലിയ സൃഷ്ടിയാണ് നൂറ് മുഹമ്മദ്. അതുപോലെ അല്ലാഹു തആല ഔലിയാവിനെ ആ സ്ഥാനത്തേക്ക് ഉയർത്തും. കാലം ഒരു വിഷയമില്ലാത്ത അവസ്ഥയിലേക്ക് പ്രഗത്ഭരായ ഔലിയാവിനെ അല്ലാഹു തആല ഉയർത്തും. അവർക്ക് ഭൂതവും ഭാവിയും വർത്തമാനവും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയും. ഒരു സെക്കൻഡിൻ്റെ ഉള്ളിൽ ഭാവിയെല്ലാം കാണാനും ഭൂതങ്ങളെല്ലാം കാണാനും വർത്തമാനവും വീക്ഷിക്കാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് അല്ലാഹു തആല പ്രഗത്ഭരായ ഔലിയാവിനെ ഉയർത്തും. ആ വലിയ പറയുന്ന പേരാണ് സ്വാഹിബുസ്സമാൻ. സ്വാഹിബുസ്സമാൻ എന്ന് പറയും. സ്വാഹിബുസ്സമാൻ എന്ന് പറഞ്ഞാൽ സമയമുള്ളവൻ എന്നർത്ഥത്തിനല്ല, സമയ വിഷയമില്ലാത്തവൻ എന്നർത്ഥത്തിലാണ്. അപ്പോൾ അല്ലാഹു തആലയെ സംബന്ധിച്ചിടത്തോളം കാലമില്ല, കാലാതീതനാണ് അല്ലാഹു. അതുകൊണ്ട് ഈ കാലത്ത് ഈ അവസാന ആഖിറ സമാനിൽ ജീവിക്കുന്ന നമുക്കൊന്നും അങ്ങനത്തെ സ്ഥാനം കിട്ടൂല എന്ന് പറയണ്ട. ആഖിറ സമാനിൽ ഹിദായത്ത് കൊടുക്കാനാണല്ലോ അല്ലാഹു തആല ഇമാം മഹ്ദിയെയും ഈസാ നബി അലൈഹി സ്വലാമിനൊക്കെ പറഞ്ഞേക്കുന്നത്. അവരെ കൂടെ ഒക്കെ കൂടുന്ന ആൾക്കാർ ഇതിൽ പെടും. എല്ലാവരും പെടുന്ന അർത്ഥത്തിനല്ല, അവരുടെ കൂടെ ഒക്കെ കൂടുന്ന പ്രത്യേകക്കാര്, അവരെ വല്ലാതെ ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ ഭാഗ്യം കിട്ടുന്ന ആളുകൾ, സംശയത്തോടുകൂടെ അവരെ കാണുന്നവരും
സംശയത്തോടുകൂടെ അവരെ കൂടെ നടക്കുന്നവരും അവരല്ല, മറിച്ച് അവരെ ഉപയോഗപ്പെടുത്താൻ ഭാഗ്യം കിട്ടുന്ന മുഅ്മിനീങ്ങൾ, അവർക്കൊക്കെ ഈ സ്ഥാനമുണ്ടാവാൻ സാധ്യതയുണ്ട്. അവർ വാസ്തവത്തിൽ ഈ ദുനിയാവിൻ്റെ ലാസ്റ്റാണ് വരുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൻ്റെ ലാസ്റ്റാണ് അവർ വരുന്നത്. പക്ഷേ അവർ സ്വർഗത്തിലെത്തുമ്പോൾ ആദ്യം പോവുക. അപ്പം അതുകൊണ്ട് അല്ലാഹു തആല ഒരു കാലം നോക്കിയിട്ടല്ല സംഗതികളൊന്നും കൈകാര്യം ചെയ്യുന്നത്. വഅന്നഹും അഖല്ലുൽ ഉമമി ഉംറൻ വഅമലൻ വഅക്സറുഹും അജ്റൻ യൗമൽ ഔസാൻ. വഅന്നഹും, മറ്റൊരു പ്രത്യേകതയാണ് ഈ ഉമ്മത്ത്, അഖല്ലുൽ ഉമമി ഉംറൻ, സമുദായത്തിൽ വെച്ച് ഏറ്റവും വയസ്സ് കുറഞ്ഞവരാണ്. അഅ്മാറു ഉമ്മത്തി ബൈന സിത്തീന വ സബഈന, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ്. 63 വർഷമാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. മുത്തനബിൻ്റെ വയസ്സ് 63. അതുപോലെ സ്വാഹിബൈനിയുടെ വയസ്സും 63. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 63 വയസ്സാണ് ജീവിച്ചത്. മുത്തനബി വഫാത്തായി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്ത്. 63 വയസ്സ്. ഒരു വയസ്സ് കുറവാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അതുപോലെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്തായതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താണ് 63 വയസ്സ്. മടവൂർ തങ്ങളുടെ ഉപ്പ വഫാത്തായ മാസമാണ്. മടവൂർ തങ്ങളെ ഉപ്പയും 63 വയസ്സിലാണ് വഫാത്തായത്. മടവൂർ തങ്ങളും വഫാത്തായത് 63 വയസ്സിലാണ്. 63 എന്ന് പറഞ്ഞാൽ നല്ലൊരു നമ്പറാണ്. വഫാത്താകാൻ പറ്റിയ നല്ലൊരു നമ്പറാണ്. വഫാത്താകാൻ പറ്റിയ നല്ല ദിവസമാണ് തിങ്കളാഴ്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് തിങ്കളാഴ്ചയാണല്ലോ. അതുകൊണ്ട് വഫാത്താകാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ദിവസമാണ് തിങ്കളാഴ്ച. ആ തിങ്കളാഴ്ച ഒഴിവാക്കിയിട്ട് തന്നെ വെള്ളിയാഴ്ച മരിപ്പിക്കണേ എന്ന് ദ്വാരക്കണ്ട. അങ്ങനെ ദ്വാരക്കേണ്ടിയില്ല. തിങ്കളാഴ്ച വലിയ മഹത്വമുള്ള ദിവസം. അതുകൊണ്ടാണ് മുത്തനബിക്ക് ആ ദിവസം അല്ലാഹു തിരഞ്ഞെടുത്തത്. അപ്പോൾ മുത്തനബി ആ ദിവസം മരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ദിവസം ഏറ്റവും മഹത്വവൽക്കരിക്കപ്പെട്ട ദിവസമാണ്. അപ്പോൾ എന്നെ വെള്ളിയാഴ്ച മരിപ്പിക്കണേ, അതിൻ്റെ രാത്രിയോ പകലോ മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്യേണ്ട ആവശ്യമില്ല, അതിനർത്ഥമല്ല. അതുകൊണ്ട് ആ ദുആ ചിലരൊക്കെ ദുആ ചെയ്യാറുണ്ടെങ്കിലും അറബിയിൽ ആ ദുആ ഹദീസിൽ വന്നിട്ടില്ല. വഅന്നഹും അഖല്ലുൽ ഉമമി ഉംറൻ, ഈ സമുദായം ഏറ്റവും വയസ്സ് കുറഞ്ഞവരാ. മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങളൊക്കെ അവർക്ക് 1000-ൽ പരം വയസ്സുണ്ടായിരുന്നു. 1000 കൊല്ലത്തിലധികം ദുനിയാവിൽ ജീവിച്ചവരായിരുന്നു അവർ. നൂഹ് നബി അലൈഹിസ്സലാം 1000 കൊല്ലം ജീവിച്ച പ്രവാചകരാണ് നൂഹ് നബി അലൈഹിസ്സലാം. വഅന്നഹും അഖല്ലുൽ ഉമമി ഉംറൻ വഅമലൻ, അമല് കുറവാണ് ഈ ഉമ്മത്തിന്. എന്തുകൊണ്ട്? വയസ്സ് കുറവാകുമ്പോൾ അമലും കുറവാകും. പക്ഷേ വഅക്സറുഹും അജ്റൻ യൗമൽ ഔസാൻ, അവിടെയാണ് വിഷയം. ഇവർക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം യൗമൽ ഔസാൻ, അമലുകളെ തൂക്കപ്പെടുന്ന ദിവസം ഇവരാണ് ഏറ്റവും പ്രതിഫലം കൂടിയ ആളുകൾ. ഈ ഉമ്മത്തിനാണ് ഏറ്റവും പ്രതിഫലം. ഈ ഉമ്മത്തിനാണ് അമൽ ഏറ്റവും കുറവ്, ഇബാദത്ത് കുറവ്, കാരണം വയസ്സ് കുറവായതുകൊണ്ട്. പക്ഷേ ഈ ഉമ്മത്തിനാണ് ഏറ്റവും പ്രതിഫലം ഉള്ളത്. എന്താ അതിന് കാരണം? അതിന് കാരണം പലതാണ്. ഒന്ന്, ഈ ഉമ്മത്തിൻ്റെ അമലുകളിൽ വെച്ച് ഏറ്റവും വലിയ അമല്, ഏത് ഉമ്മത്തിൻ്റെ അമലിൽ വെച്ച് ഏറ്റവും വലിയ അമല് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ നബി ആ ഷഹാദത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളത് മുഹമ്മദ് റസൂലുള്ളാഹ്, മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരെ പേര് വെച്ചിട്ടുള്ള ഷഹാദത്ത്, അതാണ് ഏറ്റവും വലുത്.
ആ ഷഹാദത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കനമുള്ള ഷഹാദത്താണ് നമ്മുടെ ഷഹാദത്ത്. കാരണം നമ്മുടെ ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ഏറ്റവും പവർ കൂടിയ റസൂലാണ്. അല്ലേ? എല്ലാ നബിമാരും എല്ലാ അമ്പിയാക്കന്മാരും ഒരേ പവറിലല്ലല്ലോ. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, പ്രവാചകന്മാർക്ക് ഒരാളടിയിലും ഞാൻ വേർതിരിവ് നടത്തുന്നില്ല എന്ന് പറഞ്ഞതിനർത്ഥം എന്താ? നമ്മുടെ നബി മറ്റുള്ള നബിമാരെക്കാൾ സ്ഥാനമുള്ള ആളാണെന്ന് പറയാൻ പാടില്ല എന്ന് അതല്ല. അല്ലെങ്കിൽ നമ്മുടെ നബിയുടെ നുബുവത്തും പ്രവാചകത്വവും നമ്മുടെ നബിയുടെ റിസാലത്ത്, ആ റിസാലത്തും മറ്റുള്ള നബിമാരുടെ നുബുവത്ത് പോലെയും റിസാലത്ത് പോലെയും അല്ല എന്ന് പറയാൻ പാടില്ല എന്നാണോ? അതുമല്ല. എന്തുകൊണ്ട്? നമ്മുടെ നബിയുടെ നുബുവത്തും റിസാലത്തും മറ്റുള്ള ഒരു നബിൻ്റെ നുബുവത്ത് പോലെ റിസാലത്ത് പോലെയല്ല. നമ്മുടെ നബിയുടെ നുബുവത്ത് ലോകത്തുള്ള സർവ്വ സൃഷ്ടികളിലേക്കുമുള്ള നുബുവത്തും റിസാലത്തും, എല്ലാ നബിമാരിലേക്കുമുള്ള നുബുവത്ത്, എല്ലാ നബിമാരിലേക്കുമുള്ള റസൂൽ, അള്ളാഹുവിൻ്റെ അർശും കുർസിയും മുഴുവൻ മലക്കുകളും എല്ലാവരിലേക്കുമുള്ള ഉപദേഷ്ടാവ്, എല്ലാവരെയും അവർക്കെല്ലാം വേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും നിർദ്ദേശിക്കുവാനും അള്ളാഹു തആല നിയോഗിച്ച ഒരേക റസൂലാണ്, ഏക സൃഷ്ടിയാണ് നമ്മുടെ പ്രവാചകരായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്ന വാക്കിൻ്റെ കനം അത് വലിയ കനമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് ആ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിൽ വിശ്വസിക്കുന്ന ആളുകൾ, ആ വിശ്വാസം മരിക്കുന്നത് വരെ, കുറഞ്ഞ 63 വയസ്സിൽ 70 വയസ്സാണ് ആ വിശ്വാസം കൊണ്ട് നടന്നത് എങ്കിലും ഏറ്റവും ഭാരമുള്ള ഒരു അമലാണ്, ഒരു ആരാധനയാണ് ആ വിശ്വാസം. അതുകൊണ്ട് അതാണ് ബാക്കിയുള്ള എല്ലാ കഴിഞ്ഞു പോയ ജനതയുടെയും ഇബാദത്തിനേക്കാൾ മേലെ നിൽക്കുന്ന അമൽ. മറ്റു ചില കാരണങ്ങൾ ഈ ഉമ്മത്ത് ജീവിക്കുന്ന കാലഘട്ടത്തിൽ വഴി തെറ്റാനുള്ള എല്ലാ കാരണങ്ങളും കാര്യകാരണങ്ങളും സമ്മേളിച്ച സമ്പൂർണമായും നമുക്ക് ചുറ്റുമുള്ള ഒരവസ്ഥയിലാണ് ഈ സമുദായമുള്ളത്. മനുഷ്യനിത്ര പുരോഗമിക്കാത്ത കാലത്താണ് മറ്റുള്ള സമുദായമൊക്കെ ജീവിച്ചത്. ഉമ്മത്ത് മുഹമ്മദിയത്ത് വരുമ്പോൾ മനുഷ്യൻ ബുദ്ധിയിൽ ഏറ്റവും പുരോഗമിച്ച സമയമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നത്, ഭൂമിയിൽ വരുന്നത് മനുഷ്യവംശം ബുദ്ധിയിലേറ്റവും പുരോഗമിച്ച സമയത്താണ്. അതുകൊണ്ടാണ് മറ്റുള്ള പ്രവാചകന്മാർക്ക് നൽകിയതുപോലെയുള്ള മുഅ്ജിസത്ത് അല്ല നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ വലിയ മുഅ്ജിസത്ത്. മറ്റുള്ള പ്രവാചകന്മാർക്കൊക്കെ നൽകിയ വലിയ മുഅ്ജിസത്ത് ദൃശ്യമായ മുഅ്ജിസത്തായിരുന്നു. പാറയുടെ ഉള്ളിൽ നിന്ന് ഒട്ടകം വരിക, അതുപോലെ ഒരു നദിയെ രണ്ടായി പിളർപ്പായി നിർത്തുക, ഇങ്ങനെയുള്ള ദൃശ്യമായ മുഅ്ജിസത്ത്. ഇങ്ങനെ ദൃശ്യമായ മുഅ്ജിസത്ത് നമ്മുടെ നബിക്കും ഉണ്ടെങ്കിലും നമ്മുടെ നബിയുടെ മുഅ്ജിസത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൃശ്യമല്ലാത്ത ചിന്തനീയമായ മുഅ്ജിസത്താണ്, പഠനാർഹമായ മുഅ്ജിസത്ത്. അതേതാണ്? അത് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അത് കേൾക്കാനും പഠിക്കാനും, കേട്ട് ചിന്തിക്കുന്നവർക്കേ അതിൽ മുഅ്ജിസത്തുള്ളൂ. അത് കേൾക്കുന്ന, അത് മനസ്സിലാക്കി, അത് ഗ്രഹിച്ച് അതിനെ കുറിച്ച് ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമേ വിശുദ്ധ ഖുർആൻ മുഅ്ജിസത്തുള്ളൂ. അറബികളൊക്കെ അത് കേൾക്കുന്ന മാത്രയിൽ തന്നെ അതിനെ ഗ്രഹിച്ച് അതിനെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അവർക്കെല്ലാം മനസ്സിലായി ഇതൊരു അമാനുഷികം തന്നെ, ഇതൊരു അമാനുഷിക ശക്തിയാണ് എന്ന് അവർക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണത്? അതിനു മാത്രം ബുദ്ധി പൂർണ്ണമായ ഒരു അവസ്ഥയിൽ, സ്റ്റാറ്റസിലെത്തിയിരുന്നു മനുഷ്യ സമൂഹം. അപ്പം അതുകൊണ്ട് ഈ ബുദ്ധി വികസിച്ച കാലത്ത് ജീവിക്കുന്ന മനുഷ്യന്മാർ
അവരുടെ ബുദ്ധി കൊണ്ട്, കുബുദ്ധി കൊണ്ട് അവരെ വഴി തെറ്റാനും കാരണമാകുന്ന പലതും അവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം കണ്ടുപിടിച്ചൊരവസ്ഥയിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ അവസ്ഥ. ഇന്ന് ഭൂമിയുടെ അവസ്ഥ എന്താ? ഏത് ഭാഗത്തേക്ക് നോക്കിയാലും കറങ്ങിയാലും എവിടെയാണെങ്കിലും എന്ത് തോന്നിവാസവും ചെയ്യാനുള്ള അവസരം ഒരുങ്ങിയ ഒരു ദുരവസ്ഥയിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഹറാമെന്ന് വിട്ടുനിന്ന് അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് മുന്നോട്ട് പോകണമെങ്കിൽ അത് വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് തീക്കണൽ പിടിക്കുന്നത് പോലെ, തീക്കണൽ മുറുകെ പിടിക്കുന്ന അത്ര പ്രയാസം ആ കാലഘട്ടത്തിൽ ജീവിക്കാനുണ്ടാവും എന്ന് പറയും. കാലഘട്ടത്തിൽ അള്ളാഹു റസൂൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് ജീവിക്കാൻ തീക്കണലിൽ പിടിക്കുന്ന പ്രയാസം, ആ പ്രയാസം തരണം ചെയ്തുകൊണ്ട് നാം ഈ ഉമ്മത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ ഉറച്ചു നിന്നാൽ അവർക്കല്ല ഏറ്റവും വലിയ കൂലി കൊടുക്കേണ്ടത്. ഏറ്റവും വലിയ ശ്രേഷ്ഠതയും പവിത്രതയും മഹത്വവും നൽകേണ്ടത് ആ ഒരു സമുദായത്തിനല്ലേ. വഅന്നല്ലാഹ യുദ്ഖിലുൽ ജന്നത മൻ ഷഹിദ ലഹു ഫിദ് ദുനിയാ മിൻഹും മുസ്നാൻ. ഇത് മറ്റൊരു പ്രത്യേകത. എന്തെല്ലാം ഓഫറുകളാണ് അല്ലാഹു തആല ഈ ഉമ്മത്തിന് നൽകിയത്. വഅന്നല്ലാഹ അല്ലാഹു തആല യുദ്ഖിലുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കും, മൻ ഷഹിദ ലഹു ഫിദ് ദുനിയ, ഒരാൾ മരിച്ചു, അവന് മരിച്ചതിന് ശേഷം ദുനിയാവിലുള്ള ആളുകൾ അവന് സാക്ഷി നിന്നു, ഗുണമായ സാക്ഷി നിന്നു. മിന്നു മുസ്നാൻ, 2 പേര് മുഅ്മിനീങ്ങളിൽ നിന്ന്, മുസ്ലിങ്ങളിൽ നിന്ന്, മുഅ്മിനീങ്ങളിൽ നിന്ന് മരിച്ചുപോയ വ്യക്തിയെക്കുറിച്ച് 2 പേര് വോട്ട് ചെയ്തു, നല്ല വോട്ട് ചെയ്തു. ഓ നല്ലവനായിരുന്നു. മൂസ മരിച്ച്, മൂസനെ പറ്റി പറഞ്ഞു മൂസ നല്ലൊരു മനുഷ്യനായിരുന്നു. സംഗതി നല്ല മനുഷ്യനൊന്നും അല്ല, യഥാർത്ഥത്തിൽ അള്ളാഹിൻ്റെ അടുക്കൽ നല്ല മനുഷ്യനല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ അവന് നരകം കൊണ്ട് ശിക്ഷിക്കപ്പെടാൻ തീരുമാനിക്കപ്പെട്ട ആളാണ്. പക്ഷെ അവനെക്കുറിച്ച് 2 മുഅ്മിനീങ്ങൾ സംസാരിച്ചു. കാര്യം എന്തായാലും പാവലെ, മൂസ നല്ല മനുഷ്യനായിരുന്നു, നല്ല ചങ്ങായിരുന്നു, അവനെപ്പറ്റി നല്ലത് കൊണ്ട് അവനെ പരാമർശിക്കപ്പെട്ടു, അവനെ സ്മരിക്കപ്പെട്ടു. ആ 2 വ്യക്തികൾ പറഞ്ഞത് നല്ല വാക്കാണോ അവനെ പറ്റി പറഞ്ഞത്? ആ ഒരു കാരണം കൊണ്ട് അവൻ എത്ര മോശപ്പെട്ടാണ്, ഈമാൻ കിട്ടി മരിക്കണം, ആ നിബന്ധന ഉണ്ട്. അവൻ എത്ര തമ്മാടിയായി മരിച്ചവനാണെങ്കിലും, അള്ളാഹിന്റെ അടുക്കൽ വലിയ തമ്മാടിയാണെങ്കിലും 2 മുഅ്മിനീകൾ അവനെ പറ്റി നല്ലത് പറഞ്ഞതുകൊണ്ട് ആ വോട്ട് അല്ലാഹു തആല സ്വീകരിച്ച് അവനെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകും. വലിയ ഓഫർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ മരിച്ചാൽ, അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞത്, ഉദ്കുറു മഹാസിന മൗത്താക്കും, നിങ്ങൾ ആരെങ്കിലും മരിച്ചാൽ ആ മരിച്ചവരുടെ തിന്മ നിങ്ങൾ പറയരുത്, അവരെ പറ്റിയുള്ള നന്മ പറയണം. ഉദ്കുറു മഹാസിന മൗത്താക്കും, നിങ്ങൾ ഇന്ന് മരിച്ചു പോയവരുടെ നന്മകൾ നിങ്ങൾ സ്മരിക്കണം, അനുസ്മരണം നടത്തണം. അനുസ്മരണ മീറ്റിംഗ്, അനുശോചന മീറ്റിംഗ് നിങ്ങൾ കൂടണമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൂചന, നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. അത് വലിയ ആവണമെന്നില്ല, വലിയ ആയാലും എന്തായാലും നമ്മൾ നടത്തും. നാട്ടിൽ പ്രമാണിയാണെങ്കിൽ എന്തായാലും നമ്മൾ നടത്തും. നാട്ടിൽ പ്രമാണി എന്നല്ലാത്ത സാധുവായ ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹം മരിക്കലോടുകൂടെ പിന്നെ അയാളെക്കുറിച്ചുള്ള ചിന്ത കഴിഞ്ഞു. അങ്ങനെ ആകാൻ പാടില്ല. അയാളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോ കുടുംബാദികളോ അവരെങ്കിലും ഒരുമിച്ച് കൂടി അദ്ദേഹത്തെ പറ്റി നല്ലത് പറയണം. അദ്ദേഹത്തോടുള്ള വെറുപ്പ് മരണശേഷം, എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ ആ വെറുപ്പ് മരണശേഷവും കൊണ്ടെടുക്കാൻ പാടില്ല. അവനെ പറ്റി മോശമായത് പറയാൻ പാടില്ല. അപ്പം ഇത് ഈ ഉമ്മത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റു ഉമ്മത്തിന് ഇതില്ലേ? മറ്റു ഉമ്മത്തിന് അവരെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മരിച്ചാൽ 100 ആളുകൾ ആ മരിച്ച വ്യക്തിക്ക് ഗുണമായി വോട്ട് ചെയ്താൽ മാത്രമേ, അദ്ദേഹത്തെക്കുറിച്ച് ഗുണമായി പറഞ്ഞാൽ മാത്രമേ അവരുടെ വോട്ട് അല്ലാഹു തആല സ്വീകരിക്കുള്ളൂ. അവരുടെ വാക്ക് സ്വീകരിച്ച് അവനെ നല്ലായി, അവൻ്റെ ദോഷങ്ങളൊക്കെ പുറത്ത് സ്വർഗ്ഗത്തിൽ കടത്തുള്ളായിരുന്നു. ഈ ഉമ്മത്തിന് 2 ആൾ മതി. വകാനത്തുൽ ഇബറത്തു ഫീ ഗൈരിഹിം,
ഇവരുടെ മുമ്പുള്ളവരിൽ കഴിഞ്ഞുപോയ ഉമ്മത്തിൽ പരിഗണനയായിരുന്നു അയ്യഷദമിയത്തുൻ 100 പേര് ഗുണമായി സാക്ഷി നിൽക്കണമെന്നായിരുന്നു നിയമം. ലാ ഷാഹിദാനി 2 സാക്ഷികൾ പോരാ, 100 പേര് ഗുണമായി സാക്ഷി നിൽക്കണം. ഈ ഉമ്മത്തിന് അല്ലാഹു തആല പ്രത്യേകം ബഹുമാനിച്ചു. ഈ ഉമ്മത്തിൽ 2 പേര് മുഅ്മിനീങ്ങൾ അവനെ പറ്റി നല്ലത് പറഞ്ഞാൽ മതി. നാം അങ്ങനെ നമ്മെപ്പറ്റി 2 പേരെങ്കിലും നല്ലത് പറയുന്ന ഒരു നല്ല അവസ്ഥ നമ്മൾ ഉണ്ടാക്കി തീർക്കണം. നമ്മളെ സ്വഭാവം നമ്മൾ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന സ്വഭാവം അങ്ങനെ നല്ലതായിരിക്കണം. അതിന് നാം ശ്രമിക്കണം. വഅൻലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. മുജജമാദികൾ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു ആയത്താണത്. മുജജമാദി എന്ന് പറഞ്ഞാൽ തന്നെ ഹദീസും ആയത്തും തീരെ പഠിക്കാത്തവർ എന്നാണ് ആ വാക്കിൻ്റെ മീനിങ്. മുജജമാദി എന്ന് പറഞ്ഞാൽ ഹദീസും ആയത്തും ദീനും പഠിക്കാത്തവർ എന്നതിൻ്റെ പര്യായാണ്. അപ്പോൾ മുജജമാദികൾ പറയുമ്പോൾ അൻലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, കുറേ ബുദ്ധിയില്ലാത്ത ആളുകൾ, ബുദ്ധിയില്ലാത്തവർ എന്നാണ് ബർക്കത്തുള്ള ബുദ്ധിയില്ലാത്ത ആളുകൾ, കുബുദ്ധി എമ്പാടുണ്ട്. അങ്ങനത്തെ ആളുകൾ ഈ ബിദ്അത്തിലേക്ക് പോകാൻ, മുജജമാദികളാവാൻ കാരണം തന്നെ ഈ ആയത്തിൻ്റെ അർത്ഥം തെറ്റായി മനസ്സിലാക്കിയതാണ്. സുന്നികൾ മരിച്ചാൽ മരിച്ച മയ്യത്തിൻ്റെ പേര് ദിക്റല്ലും ഖുർആൻ ഓതും, പിന്നെ മരിച്ച മയ്യത്തിന് വേണ്ടി സ്വതക്കയും, അവർ മരിച്ച മയ്യത്തിൻ്റെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യും, അടിയന്തരം കഴിക്കും, ആണ്ട് കഴിക്കും, മൗലിദ് ഓതും. അതൊക്കെ തെറ്റാണ്. ഖുർആൻ പറഞ്ഞതിനെതിരാണ് അവർ തെറ്റിദ്ധരിച്ചു പോയത്. അവർക്ക് ഈ ജീവിതത്തിൽ ആകെ സമ്പാദിക്കാൻ കഴിഞ്ഞത് കുറേ തെറ്റിദ്ധാരണ മാത്രം. അങ്ങനെ ഈമാൻ തെറ്റി കാഫിറായി ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ആളുകൾ. അതുകൊണ്ടാണ് നാം ഈ മുജജമാദികളുടെ കൂടെ, ബിദ്അത്തിൻ്റെ കൂടെ ആരും പോവരുത് എന്ന് പറയാൻ കാരണം എന്താ? അവർക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം മരിക്കുന്ന സമയത്ത് ഈമാൻ തെറ്റി മൗത്താവും. അപ്പൊ അൻലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഒരു മനുഷ്യന് അവന് അധ്വാനിച്ചതല്ലാതെ പ്രവർത്തിച്ചതല്ലാതെ അവന് മരണശേഷം ഉണ്ടാവൂല എന്ന് ഖുർആനിലുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ ഇവിടെ ദുആ ചെയ്തിട്ട് എന്താ കാര്യം, ഖുർആൻ ഓതിട്ട് എന്താ കാര്യം, അടിയന്തരം കഴിച്ചിട്ട് എന്താ കാര്യം, ഭക്ഷണം കൊടുത്തിട്ട് എന്താ കാര്യം എന്ന് അവർ ചോദിക്കണത്. അങ്ങനെയാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന് എതിരാകൂല. ഈ മുജജമാദികൾ പറഞ്ഞതനുസരിച്ചാണ് കാര്യമെങ്കിൽ മുത്തുനബിന്റെ ഹദീസിൽ എന്താ ഉള്ളത്? അവൻ മരിച്ചുപോയ ചങ്ങായി, അവൻ ആണെങ്കിലും അവന് വേണ്ടി 2 മുഅ്മിനീകൾ അവനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ മതി. അവൻ്റെ ഉള്ളൊന്നും അറിയണമെന്നില്ല. അവനെ പറ്റി നല്ലത് അവനെ കുറിച്ച് 2 ആൾ പറഞ്ഞാൽ അവരുടെ വാക്ക് മാനിച്ചുകൊണ്ട് അല്ലാഹു തആല അവന് പുറത്തു കൊടുത്ത് അവനെ സ്വർഗാവകാശിയാക്കുന്ന. അപ്പോൾ അവൻ ഉപകരിച്ചില്ലേ? മരിച്ചുപോയ ആക്കത് ഉപകരിച്ചില്ലേ? ഒക്കെ പോട്ടെ, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത തർക്കമില്ലാത്ത പ്രബലമായ ഹദീസാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഖബറിൻ്റെ അരികെ നടന്നു പോകുമ്പോൾ റസൂലുള്ളാഹി പറയാണ്, ഈ 2 ഖബറാളികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ഒരാൾ ഗീബത്തും നമീമത്തും പറയുന്ന ആളായിരുന്നു, മറ്റാള് മൂത്രവിസർജനത്തിൽ ശ്രദ്ധയില്ലാത്ത ആളായിരുന്നു. അതുകൊണ്ട് അവർ 2 പേരും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിൽ ആ ശിക്ഷ നടക്കുന്നത് കണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഈത്തപ്പന മട്ടൽ, 2 പച്ച ഈത്തപ്പന മട്ടൽ 2 പകുതിയായി കീറി പൊളിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഖബറുകളിലായി കുത്തി. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇവർ അനുഭവിക്കുന്ന ഈ ശിക്ഷ ലഘൂകരിക്കപ്പെടും. ഈ 2 ഈത്തപ്പന മട്ടൽ പച്ചയാണ്. ഈ പച്ചയായ ഈത്തപ്പന മട്ടൽ ഈ ഖബറിൻ്റെ 2 ഖബറിൻ്റെ മുകളിൽ വെച്ച് തസ്ബീഹ് ചൊല്ലും. ആ തസ്ബീഹിൻ്റെ കാരണം കൊണ്ട് ഈ ഖബറാളികളെ ശിക്ഷ അകറ്റപ്പെടും എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം ഇതെന്താ മനസ്സിലാക്കാനുള്ളത്?
ആ 2 കബറാളികൾ മരിച്ചുപോയി. ആ 2 മയ്യത്ത് മരിച്ചുപോയി. മരിച്ചു പോയതിന് ശേഷം അവർക്ക് വേണ്ടി ജീവിച്ചിരിപ്പുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 മട്ടൽ കുത്തി, ഈത്തപ്പനയുടെ 2 മട്ടൽ അതിന്മേൽ കുത്തിവെച്ചു. ആ മട്ടലിന്റെ തസ്ബീഹ് ആ മനുഷ്യന് ഉപകരിച്ചില്ലേ? മനുഷ്യൻ ആ ജീവിതകാലത്ത് പ്രവർത്തിച്ചത് മാത്രമേ ഉള്ളൂ എന്ന് വന്നാൽ ഈ മട്ടലിന്റെ തസ്ബീഹ് എങ്ങനെ പ്രവർത്തിക്കും? ഈ മട്ടലും ആ മനുഷ്യന് ബന്ധമുണ്ടോ? അപ്പോൾ ഒരു മനുഷ്യൻ മരിച്ച മരിച്ച മനുഷ്യന്റെ ഉപ്പയോ ഉമ്മയോ മക്കളോ ആരെങ്കിലും ആ മരിച്ച മനുഷ്യന് വേണ്ടി ഖബറിന്റെ അരികെ ചെന്ന് തസ്ബീഹ് ചൊല്ലിയാൽ, ദിക്ർ ചൊല്ലിയാൽ, ഖുർആൻ പാരായണം ചെയ്താൽ, ദുആ ചെയ്താൽ അത് ഉപകരിക്കൂല എന്നാണോ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ട ബുദ്ധിയുള്ള മനുഷ്യന്മാർ? ഇത് മനുഷ്യന്മാരോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത് എന്തിനാ? ആ ഒരു പാഠമായി ഉൾക്കൊള്ളാനല്ലേ. അപ്പം അതുകൊണ്ട് അല്ലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ മുജജമാദികൾ മനസ്സിലാക്കുന്നത് പോലെയല്ല. മനുഷ്യന് അവൻ പ്രവർത്തിച്ചത് മാത്രമേ ലഭിക്കൂ എന്നത് തന്നെയാണ് ശരി. നാം മരിക്കുന്നത് വരെ മുഅ്മിനായി ജീവിച്ച് ഈമാൻ പണയപ്പെടുത്താതെ സത്യവിശ്വാസത്തിൽ നിന്നും പിന്തിരിയാതെ നിൽക്കുക എന്ന് പറഞ്ഞത് അവൻ ചെയ്ത അധ്വാനത്തിൽ വെച്ച് ഏറ്റവും വലിയ അധ്വാനം. ആ അധ്വാനം ഉണ്ടായതുകൊണ്ടാണ് അവനെക്കുറിച്ച് 2 മുഅ്മിനീങ്ങൾ നല്ലത് പറഞ്ഞത്. ആ അധ്വാനം ഉണ്ടായതുകൊണ്ടാണ് അവനെ അതെന്താ അവൻ്റെ അധ്വാനമാണ്. ആ അധ്വാനം കാരണത്താലാണ് അവൻ്റെ ഖബറിനെ വെച്ച് ഈ 2 മട്ടൽ തസ്ബീഹ് ചൊല്ലിയത് അവൻ ഉപകരിച്ചത്. അപ്പം അതുകൊണ്ട് നാം മരിച്ചുപോയ മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതിയാലും ദുആ ചെയ്താലും തസ്ബീഹ് ചൊല്ലിയാലും ദിക്ർ നടത്തിയാലും അതൊക്കെ മയ്യത്തിന് ഉപകരിക്കും. കാരണം അതിനൊക്കെ നമുക്ക് പ്രേരകമാവുന്നത് അവൻ മുഅ്മിനാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ്. അവൻ അവിശ്വാസിയായി നിരീശ്വരവാദിയായി മരണപ്പെട്ടു എന്ന് നാം അറിഞ്ഞാൽ പിന്നെ അവന് വേണ്ടി നമ്മൾ ദുആ ചെയ്യൂല, അവൻ്റെ ഖബറിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കൂല, അവന് വേണ്ടി നമ്മൾ ഒരു കർമ്മങ്ങളും നടത്തൂല. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഒരിക്കലും സുന്നികൾ നടത്തുന്ന സദാചാരങ്ങൾക്ക് വിരുദ്ധമല്ല എന്ന് മനസ്സിലാക്കണം. വഅന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൈഹിം ബിൽഹനാൻ. മറ്റൊരു പ്രത്യേകത, അല്ലാഹുവും അവൻ്റെ മുഴുവൻ മലക്കുകളും യുസല്ലൂന അലൈഹിം ബിൽഹനാൻ. ഈ ഉമ്മത്തിനിക്ക് അല്ലാഹുവും മലക്കുകളും പ്രത്യേക അനുകമ്പയോടെ ഈ ഉമ്മത്തിന് വേണ്ടി റഹ്മത്ത് ചെയ്യും. ആ റഹ്മത്ത് വ്യത്യാസമുണ്ട്. ഇവിടുത്തെ യുസല്ലൂന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തും മലക്കുകളുടെ റഹ്മത്തും രണ്ടാണ്. ഹുവല്ലദീ യുസല്ലി അലൈക്കും വ മലായികതുഹു എന്ന് വിശുദ്ധ ഖുർആനിൽ പറയാൻ കാരണം അതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അള്ളാഹു സ്വലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞ ശൈലിയും മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു സ്വലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞ ശൈലിയും രണ്ടും ഖുർആനിൽ വ്യത്യാസമുണ്ട്. മുത്തനബിക്ക് സ്വലാത്ത് നിർവഹിക്കുന്നു എന്ന് അള്ളാഹു തആല പറഞ്ഞത് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന, അള്ളാഹുവും മലക്കുകളും യുസല്ലൂന. അള്ളാഹു ഒറ്റ വാക്കിലാണ് അള്ളാഹ് പറഞ്ഞത് യുസല്ലൂന, അള്ളാഹുവും മലക്കുകളും സ്വലാത്ത് നിർവഹിക്കുന്നു. ആ സ്വലാത്തിൻ്റെ അർത്ഥം നാം പലപ്പോഴായി പറഞ്ഞു മദ്ഹ് നിർവഹിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങൾ മദ്ഹ് നിർവഹിക്കണം, യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു. ഇവിടെ അങ്ങനെയല്ല. മുഅ്മിനീങ്ങളെ കുറിച്ച് അല്ലാഹു തആല ഈ വിഷയം പറഞ്ഞ അടുത്തുള്ളത് ഹുവല്ലദീ യുസല്ലി അലൈക്കും, അല്ലാഹു തആല നിങ്ങൾക്ക് സ്വലാത്ത് നിർവഹിക്കുന്നു, സ്പെഷ്യലായി റഹ്മത്ത് ചെയ്യുന്നു. യുസല്ലി അലൈക്കുന്നു, അള്ളാഹിനെ പറ്റി സ്വന്തം യുസല്ലി എന്ന് പറഞ്ഞു, സ്വലാത്ത് നിർവഹിക്കുന്നു, കൂട്ടി പറഞ്ഞിട്ടില്ല. പിന്നെ പറയാം മലായികത്തുഹു, മലക്കുകളും. ആ മലക്കുകൾ നിർവഹിക്കുന്ന സ്വലാത്ത് അള്ളാഹുവിനോടുള്ള ദുആ, പഠിച്ചോനെ ഉമ്മത്ത് മുഹമ്മദിയത്തിലേക്ക് നീ പ്രത്യേകം റഹ്മത്ത് ചെയ്യണേ എന്ന് മലക്കുകൾ എപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യുന്നുണ്ട്. അത് മുത്തുനബിനോടുള്ള ബഹുമാനം. മുത്തുനബിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരാണ്, ഉമ്മത്താണ് മനുഷ്യരായ ഉമ്മത്ത് മുഹമ്മദിയത്ത്. ഈ ഉമ്മത്ത് മുഹമ്മദിയത്തിന് വേണ്ടി മലക്കുകൾ എപ്പോഴും ദുആ ചെയ്യുമ്പോൾ അത് മുത്തുനബിൻ്റെ പൊരുത്തം കിട്ടാനാണ് മലക്കുകൾ അങ്ങനെ ചെയ്യുന്നത്.
മുത്തനബിനോടുള്ള ആദരവിൻ്റെ ഭാഗമായിട്ട് മുത്തനബിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി മുത്തനബിൻ്റെ ഉമ്മത്തിന് വേണ്ടി മലക്കുകൾ എപ്പോഴും ദുആ ചെയ്യുന്നുണ്ട്. ലിയുഖ്രിജഹും മിനദ്ദുലുമാതി ഇലന്നൂർ, മുഅ്മിനീങ്ങളെ ഇരുളുകളിൽ നിന്ന് നൂറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദുആ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകുന്ന സ്വലാത്തും അല്ലാഹു മലായികത്തും നൽകുന്നുണ്ട് എന്ന് പറയുന്ന സ്വലാത്തും മുഅ്മിനീങ്ങൾക്ക് നൽകുന്നുണ്ട് എന്ന് പറയുന്ന സ്വലാത്തും പല വിധേനയും വ്യത്യാസമുണ്ട്. ഒന്ന്, മുത്തനബിയുടെ പേരിൽ നിർവഹിക്കപ്പെടുന്ന സ്വലാത്ത് അല്ലാഹു മലായികത്തും മുഅ്മിനീങ്ങളും നിർവഹിക്കേണ്ട സ്വലാത്ത് ഒന്നാണ്. അതേതാ? ഒരേ സ്വലാത്ത്, അത് മദ്ഹ് എന്ന് പറയുന്ന സ്വലാത്ത്. അതുകൊണ്ടാണ് കൂട്ടി പറഞ്ഞത് ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന, ഒറ്റവാക്കിൽ കൂട്ടി പറഞ്ഞത്. ഇവിടെ അല്ലാഹു തആല പറഞ്ഞത് വല്ലദീ യുസല്ലി അലൈക്കും വ മലായികതുഹു, എന്ത് പറഞ്ഞില്ല? വല്ലദീ വ മലായികതുഹു യുസല്ലൂന അലൈക്കും എന്ന് പറഞ്ഞില്ല. ഒന്ന്. രണ്ട്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർവഹിക്കുന്ന സ്വലാത്തിന് സമയമില്ല, അതിന് ഒരു ലാസ്റ്റ്, ഒരു അന്ത്യവും അതിനില്ല, എപ്പോഴും ഉള്ളതാണ്. ഇതങ്ങനല്ല. മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞ സ്വലാത്ത് അതിനൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് എത്തിയാൽ പിന്നെ വേണ്ട. ലിയുഖ്രിജഹും മിനദ്ദുലുമാതി ഇലന്നൂർ, മുഅ്മിനീങ്ങളെ ദുലുമാത്തിൽ നിന്നും നൂറിലേക്ക് കൊണ്ടുവരാൻ ദുആ ചെയ്യാന്നാ പറഞ്ഞത്. മലായികത്ത് ദുആ ചെയ്യുക, നൂറിലേക്ക് എത്തിക്കാൻ. അവ നൂറിലേക്ക് എത്തിക്കാൻ വേണ്ടി വലിയ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ പെടാൻ വേണ്ടി, വലിയ ഔലിയാവിൻ്റെ കൂട്ടത്തിൽ പെട്ട് കഴിഞ്ഞാൽ മലക്കുകളെക്കാൾ സ്ഥാനത്തേക്ക് എത്തുകയാണ്, മലക്കുകളെ വരെ ഭരിക്കുന്ന സ്ഥാനത്തേക്ക് എത്തുകയാണ് കുത്തുബ് പോലാത്ത ഔലിയാക്കന്മാർ. പിന്നെ ആ മലായികത്തിന് ദുആ ചെയ്യേണ്ട ആവശ്യമില്ല. സാധുക്കളായ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയാണ് മലായികത്തിന് ദുആ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞതിൽ യുഖ്രിജഹും മിനദ്ദുലുമാതി ഇലന്നൂർ, ഇരുളിൻ്റെ എല്ലാ അംശങ്ങളിൽ നിന്നും നൂറിലേക്ക് കൊണ്ടുവരാൻ. എല്ലാ ഇരുളിൽ നിന്നും മുക്തരായ ആളുകളാണ് കിബാറുൽ ഔലിയ. കിബാറുൽ ഔലിയാന്റെ സ്ഥാനത്തേക്ക് എത്തിയാൽ പിന്നെ ഒരു നൂറായി മാറി, ഓല കൂടെ പിന്നെ ദുൽമത്തില്ല. അപ്പം പിന്നെ മലായികത്തിനൊക്കെ അവിടെ സ്വലാത്ത് നിർവഹിക്കേണ്ട ആവശ്യമില്ല. ആ മലായികത്ത് സ്വലാത്ത് മുഅ്മിനീങ്ങൾക്ക് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞിടത്ത് അതിന് ഒരു ടൈമുണ്ട്, അതിനൊരു അവസാനമുണ്ട്. റസൂലുള്ളാഹിന്റെ മേൽ നിർവഹിക്കുന്ന സ്വലാത്തിന് അവസാനമില്ല. വഅന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൈഹിം ബിൽ ഹനാൻ. ഇവിടെ എന്നിട്ട് ഇവിടെ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കൂട്ടി പറയല്ല ശരിക്കിന് വേണ്ടത്. ഇവിടെ ഒന്നായിട്ട് കൂട്ടി പറയല്ലായിരുന്നു വേണ്ടിയത്. വഅന്നല്ലാഹ യുസല്ലി അലൈഹിം വ മലായികതുഹു ബിൽ ഹനാൻ, അങ്ങനെയാണ് ശരിക്കും ഇവിടെ പറയേണ്ടത്. ഇപ്പോൾ നമ്മൾ സൃഷ്ടികൾ ഉണ്ടാക്കിയതാവുമ്പോൾ അതിൽ ഓരോ സമയത്തും അങ്ങനെയല്ല എങ്ങനെ നല്ലത് തോന്നും. അത് സൃഷ്ടികളുടെ സൃഷ്ടിയാണ്, സൃഷ്ടികൾ ഉണ്ടാക്കിയതാണെന്നുള്ളതിലേക്കുള്ള അടയാളാണെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അബല്ലാഹു അൻ യുതിമ്മ ഇല്ലാ കലാമഹു എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അല്ലാഹു തആല അവൻ്റെ സംസാരമല്ലാതെ ഒന്നും പൂർത്തിയാവാൻ അല്ലാഹു തആല സമ്മതിക്കില്ല, അല്ലാഹു വിസമ്മതിച്ചു എന്നാ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിനുള്ള കഴിവ് നമുക്ക് തന്നിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. അല്ലാഹു പൂർണ്ണമായ കലാം, എല്ലാ നിലക്കും സമ്പൂർണ്ണമായ കലാമാവാൻ അങ്ങനെയുള്ള കഴിവ് അല്ലാഹു നമുക്ക് തന്നിട്ടില്ല. എന്തെങ്കിലും ഒരു കുറവ് ഉണ്ട്, ആ കുറവ് നമുക്ക് തന്നെ മനസ്സിലാവുകയും ചെയ്യും. അതായിട്ടുള്ള അത്ഭുതം. നമുക്ക് കുറവുണ്ട് എന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. ദൈവത്തിന് ആ പ്രശ്നമല്ല, അള്ളാഹുവിന് ആ പ്രശ്നമല്ല. ദൈവത്തിന് നേരത്തെ ചെയ്യേണ്ട ഒരു കാര്യമാവും, അവിടെ ചെയ്തു പോയല്ലോ, അവിടെ അങ്ങനെ പറഞ്ഞു പോയല്ലോ എന്ന് പിന്നീട് ബോധ്യപ്പെടുന്ന അവസ്ഥ ദൈവത്തിനുണ്ടാവില്ല, അള്ളാഹുവിനുണ്ടാവില്ല. എന്നാൽ നമ്മൾ മനുഷ്യന്മാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അത് പിന്നീട് ഒന്നും കൂടെ മെച്ചപ്പെടുത്തി പറയാം, മെച്ചപ്പെടുത്തി ചെയ്യാമായിരുന്നു എന്ന് തോന്നും. എന്താണത്? നമുക്ക് കഴിവ് നേരത്തെ ഇല്ലാത്തതുകൊണ്ടല്ല, നമുക്കത് ഓർമ്മല്ല. അതാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ അത് ചെയ്യേണ്ടത്. വഅന്നല്ലാഹ യുസല്ലി അലൈഹിം വ മലായികതുഹു ബിൽ ഹനാൻ എന്നാണ് അതിൻ്റെ ശരിക്കിന് പറയേണ്ടത്. എന്നാൽ ഒന്നും കൂടെ വൃത്തിയായി.
പക്ഷെ ഇങ്ങനെ ചില റിപ്പോർട്ടുകളിലൊക്കെ ഉണ്ട് ഈ ഇബാറത്ത് പോലെ ഞാൻ പറഞ്ഞതുപോലെ കുറേ ഹദീസുകളിൽ റിപ്പോർട്ടുകളുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ ഹദീസ് ആവാൻ ഒരു നിർവാഹമല്ല. ഇന്നല്ലാഹ വ മലായികത്തു യുസല്ലൂന അലാ അസ്ഹാബിൽ അമാഇമി, അങ്ങനെ കുറേ ഹദീസുകളുണ്ട്. ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലാ അഹ്ലി സ്വഫിൽ അവ്വലി, പുരുഷന്മാരുടെ ജമാഅത്തിൽ ഒന്നാം സ്വഫിൽ നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹു മലായികത്തും യുസല്ലൂന എന്നുണ്ട്. അങ്ങനെ മുത്തനബി പറയാൻ സാധ്യതയല്ല. മുത്തനബി പറഞ്ഞതായിട്ട് ഹദീസുള്ളത്. പക്ഷെ ഹദീസുകൾ അതിൻ്റെ അർത്ഥം പരിഗണിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാമെന്നൊരു നിയമമുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞ അതേ പദമല്ലാത്ത പദം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി പറയൽ അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാരുടെ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം അതായതുകൊണ്ട് ബുഖാരി മുസ്ലിം അടക്കമുള്ള ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ആ ഒരു വിഷയമുണ്ട്. ഏത് ഹദീസുകൾ ചിലപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ അതേ പദമല്ലാതെ ആശയമുണ്ടാവും, പദം ചിലപ്പോൾ അല്പസ്വല്പം വ്യത്യാസങ്ങൾ, മുന്തിക്കലും പിന്തിക്കലും, ചിലപ്പോൾ പദം തന്നെ മാറി അതേ അർത്ഥം പര്യായമുള്ള വേറെ പദം കൊണ്ടുവച്ച പ്രശ്നങ്ങളൊക്കെ ഹദീസുകൾക്കുണ്ട്. അതിൽപ്പെട്ടതാവാനേ സാധ്യതയുള്ളൂ ഞാൻ ഈ പറഞ്ഞ ഹദീസുകൾ. ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലാ അഹ്ലി സ്വഫിൽ അവ്വൽ, ഒന്നാം സ്വഫുകാർക്ക് അല്ലാഹു മലായികത്തു യുസല്ലൂന ഒറ്റവാക്കിൽ പറഞ്ഞു. അവിടെ പറയേണ്ടത് മുത്തനബി പറഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യത ഇന്നല്ലാഹ യുസല്ലി വ മലായികത്തുഹു അലാ അഹ്ലി സ്വഫിൽ അവ്വലി എന്നാണ്. മുത്തനബിക്കുള്ളൊരു പ്രത്യേകതയാണ്. മുത്തനബിൻ്റെ പ്രത്യേകതയാക്കി പറയുന്ന സംഗതിയാണ് അള്ളാഹു മലായികത്തും മുത്തനബിക്ക് സ്വലാത്ത് നിർവഹിക്കുന്നു. അത് ആദം നബി പോലത്തെ പ്രവാചകന്മാർക്ക് വരെ നൽകപ്പെടാത്ത ഒരു പ്രത്യേകതയാണ്, മുത്തനബിൻ്റെ പ്രത്യേകതയാണ്. അള്ളാഹു മലായികത്തും സ്വലാത്ത് നിർവഹിക്കുന്നു. അത് പിന്നെ ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് ഉണ്ടാകാൻ പാടില്ലല്ലോ, നബിമാർക്ക് വരെ ഇല്ലാത്തതാണ്. ആദം നബിനേക്കാളും മുത്തനബി മേലെ നിൽക്കുന്ന ഒരു സംഗതിയാണ് ഇന്നല്ലാഹ മലായികത്തു യുസല്ലൂന അലൻ നബി എന്ന് ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഈ ഉമ്മത്തിൽപ്പെട്ട ഓരോ ഒന്നാം സ്വപ്പിൽ നിൽക്കുന്ന നാടന്മാർക്ക് പോലും, ഔലിയാവിൻ്റെ സ്ഥാനത്ത് വരെ എത്താത്ത നാടന്മാർക്ക് പോലും തലി കെട്ടിയാൽ ഇന്നല്ലാഹു മലായികത്തു യുസല്ലൂന അലൻ നബി എന്ന് പറഞ്ഞ അവസ്ഥ എന്താണ്? യുസല്ലൂന അലൽ അസ്ഹാബിൽ അമാമി, തലി കെട്ടിയ ആളുകൾക്ക് അള്ളാഹു മലായികത്ത് എപ്പോഴും സ്വലാത്തില്ലേ, അള്ളാഹു മലായികത്ത് എപ്പോഴും സ്വലാത്ത് നിർവഹിക്കുക, അതുണ്ടാവില്ല. ആ സ്വലാത്തിൻ്റെ വിവക്ഷ മദ്ഹ് എന്ന് പറയുന്ന സ്വലാത്ത് അല്ലതാണ്, റഹ്മത്ത് എന്ന് പറയുന്ന സ്വലാത്താണ്. പിന്നെ രണ്ട്, അത് ഒരവസാനമുള്ള സ്വലാത്താണ്. യുഖ്രിജഹും മിനദ്ദുലുമാതി ഇലന്നൂർ എന്ന് പറയുന്ന സ്വലാത്താണ്. വഅന്നഹും ലാ യഅമ്മുഹും ഖഹ്തുൻ വലാ യസ്തഅസുലുഹും മിൻ അദുവിൻ ഉദ്വാൻ. അതുപോലെ വഅന്നഹും, ഈ സമുദായം, ലാ യഅമ്മുഹും ഖഹ്തുൻ, ഈ സമുദായത്തിലേക്ക് ക്ഷാമം ഇവരെല്ലാവരെയും പിടികൂടൂല. ഉമ്മത്ത് മുഹമ്മദിയത്തിന് മൊത്തം ക്ഷാമം. ഇപ്പം ഫലസ്തീനിലൊക്കെ വലിയ ക്ഷാമമുണ്ട്, സുഡാനിലൊക്കെ ക്ഷാമമുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ ക്ഷാമല്ല. അള്ളാഹു നമ്മളെ കാത്തു. പഠിച്ചവന് എല്ലാ നല്ല മനുഷ്യന്മാരും ക്ഷാമത്തിൽ നിന്ന് കഴിച്ചിലാക്കട്ടെ. അപ്പോൾ ഉമ്മത്ത് മുഹമ്മദിയത്തിന് മൊത്തം അള്ളാഹു തആല ക്ഷാമം കൊണ്ട് പരീക്ഷിക്കൂല. വലാ യസ്തഅ്സിലുഹും മിൻ അദുവിൻ ഉദ്വാൻ, ഉമ്മത്ത് മുഹമ്മദിയത്തിന് മൊത്തം ഒരു ശത്രുവും ഉമ്മത്ത് മുഹമ്മദിയത്തിന് നാമാവശേഷമാക്കൂല. പറ്റേ ഉമ്മത്ത് മുഹമ്മദിയത്തിന് ഇവിടുന്ന് തുടച്ച് നീക്കുക എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകില്ല. ഏതെങ്കിലും ഒരു ഗ്രാമത്തെയോ അല്ലെങ്കിൽ സിറ്റിയെയോ അല്ലെങ്കിൽ ഇനി ഒരു കൺട്രി എന്ന് പറഞ്ഞാൽ, ഒരു നാട് എന്ന് പറഞ്ഞാൽ പോലും, ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ പോലും, ആ രാഷ്ട്രത്തിലുള്ള മുസ്ലിങ്ങളെ അവർക്ക് ഉന്മൂലനം ചെയ്യാൻ സാധിച്ചു എന്നല്ലാതെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ കഴിയൂല. അത് ഈ ഉമ്മത്തിന് അല്ലാഹു തആല നൽകിയ ഒരു പ്രത്യേകതയാണ്. അവിടെ നിൽക്കട്ടെ, ഇനിയും കുറേ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.